എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളങ്ങനെ മുള്ളരിക്കുടി കഴിഞ്ഞ് പോരുകയാണ്. ഹൈറേഞ്ചിൻ്റെ ഭംഗിയും പ്രകൃതി ഉടുത്തുരുങ്ങി നിൽക്കുന്ന പോലെ തോന്നുന്ന സൗന്ദര്യമൊക്കെ ആസ്വദിച്ചുള്ള ഈ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത പ്രകൃതി സൗന്ദര്യത്തെ വർണ്ണിച്ചാലും തീരാത്ത അത്രയും കാണാൻ എത്രയോ ഇതായ ഒരു ഭംഗിയായ സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, ചൂടും ഒക്കെ വെയിലൊക്കെ കൂടുതലുള്ള സമയത്ത്, ചൂടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കിടന്ന ഉറക്കം പോലും വരത്തില്ല. പക്ഷെ ഇവിടെയൊക്കെ വന്ന് ഒന്ന് യാത്ര ചെയ്യുകയോ ഇവിടെ എവിടെയെങ്കിലും താമസിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എവിടെയൊക്കെ താമസിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉറങ്ങാനൊക്കെ നല്ല സുഖം കിട്ടും. നല്ല കാറ്റ്. മുള്ളരിക്കുടി കഴിഞ്ഞ് നമ്മൾ പെരിഞ്ചാംകുട്ടിയിലേക്ക് കടക്കുകയാണ്. പെരിഞ്ചാൻകുട്ടി, ഇത് പെരിഞ്ചാംകുട്ടി എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ഹൈറേഞ്ച് യാത്ര നിങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഹൈറേഞ്ചിൽ കൂടി ഒരു യാത്ര ചെയ്യേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത കുറേ നല്ല നല്ല ഓർമ്മകൾ കിട്ടുന്ന ഒരു യാത്രയായിരിക്കും എന്നുള്ളത് സ്ഥലമാണ് പെരിഞ്ചാംകുട്ടി. നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആണ്. പെരിഞ്ചാംകുട്ടി ഒരു കൊച്ചു സിറ്റിയാണ്. കണ്ടിട്ട് ഒരുപാട് കടകൾ, കുറച്ച് കടകളൊക്കെ ഉള്ളൂ. ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡ് ആണെന്ന് തോന്നുന്നു. നേരെ പോയാൽ നെടുങ്കണ്ടം പോവാം. പിന്നെ നമ്മൾ റൈറ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ കട്ടപ്പന. ഇവിടെ ഒരു നല്ല പാലമുണ്ട്. പെരിഞ്ചാംകുട്ടി പാലം. പെരിഞ്ചാംകുട്ടി ആറാണ്. വണ്ടി സൈഡൊക്കെ പോകും. അത്രയും വീതിയുണ്ട് ഈ പാലത്തിന്. രണ്ട് സ്ഥലങ്ങളിൽ പാലത്തിന്റെ അപ്പുറം ഇപ്പുറയും നല്ല റൈറ്റ് പോയി കഴിഞ്ഞാൽ പുഴയാണ്. റൈറ്റ് പോയി കഴിഞ്ഞാൽ മുരിക്കാശ്ശേരി, ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ കട്ടപ്പന. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെയാണ് പോരുന്നത്. നമ്മൾ കട്ടപ്പന റൂട്ടാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 20 കിലോമീറ്റർ ഉണ്ടെന്നാണ്. 20 കിലോമീറ്റർ ഉണ്ട് കട്ടപ്പനയ്ക്ക് പെരിഞ്ചാംകുട്ടിയിൽ നിന്ന്. എൻ്റെ ഒരു ഊഹമാണ്. 20 കിലോമീറ്റർ കൂടുതൽ വരികയല്ല. ഇതെല്ലാം നിറച്ച് കൊക്കോത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇടവിളയായിട്ട് കൂടുതൽ കൊക്കോ ആണ് ഇവിടെ. കൂട്ടമായിട്ട് ഒരുപാട് കൊക്കോ തോട്ടങ്ങളൊക്കെയാണ്. കൊടിയുണ്ട് ഇഷ്ടം പോലെ. ഇവിടെങ്ങളിലധികം ഉണക്കി കേട്ടിട്ടില്ലെന്ന് തോന്നുന്നു. നല്ല അടുത്താന്ന് തോന്നുന്നു. ബദയിൽ പള്ളി, മാതാവിൻ്റെ പള്ളിയാണെന്നാണ് പറയുന്നത്. നമുക്ക് സമയം കിട്ടിയാൽ നമുക്ക് അതും കൂടെ ഒന്ന് കാണാം കൂട്ടുകാരെ.
ഇതാണ് ഗെയ്സ് പെരിഞ്ചാങ്കുട്ടി ആറ്. ഇത് മഴയത്ത് ഇത് നിറഞ്ഞൊഴുകും. ഇപ്പോൾ ശകലം വെള്ളക്കുറവുണ്ട്. ഇത് നെടുങ്കണ്ടം കല്ലാർ ഡാമും ഇരട്ടയാർ ഡാമും കൂടെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഈ പുഴ കര കവിഞ്ഞൊഴുകുന്നതാണ്. ഇവിടം വരെ എങ്ങാണ്ട് വെള്ളം, ഇവിടെ ആളുകൾ പറയുന്നത് ഇവിടം വരെ വെള്ളം ഈ റോഡിലോട്ട് കയറിയായിരുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ മഴയത്ത്. പെരിഞ്ചാങ്കുട്ടി പാലത്തിൻ്റെ അടിയിൽ കൂടി ഒഴുകുന്ന ആറാണ് നമ്മൾ കാണുന്നതിപ്പം. എത്ര ശാലീന സുന്ദരിയായിട്ട് ഒഴുകുന്ന നദി. വളരെ ഭംഗിയുണ്ട്. അക്കരെ അപ്പുറം ഇപ്പുറയും ഒഴുകുന്ന നദിയുടെ അപ്പുറം ഇപ്പുറയും അതിമനോഹരമായ കൃഷിത്തോട്ടങ്ങളുണ്ട്. വലിയ വലിയ മഴകളൊക്കെ വരുമ്പോൾ ഇതൊന്ന് കരകവിഞ്ഞ് ഒഴുകാറുണ്ടെന്നാണ് ഇവരിവിടെ ഞങ്ങളോട് പറഞ്ഞത്. എന്തു തന്നെ ആയാലും നമുക്ക് എത്ര കണ്ടാലും ഇത് മതി വരില്ല. പുഴകളുടെ സ്നേഹം കണ്ടു. അതുപോലും എത്രയോ യോജിച്ചാണ് ഒഴുകുന്നതെന്ന് നോക്കി. അതിലെ പുല്ലുകൾ, ചെറിയ ചെറിയ മുട്ടപ്പാറകൾ, നല്ല ഭംഗിയില്ലേ കാണാൻ. പാലത്തോട് ചേർന്ന് തന്നെ ഒരു പെട്ടിക്കടയുണ്ട്. പിന്നെ ഒരു വെയിറ്റ് ഷെഡും ഉണ്ട്. എല്ലാവരും ഇതിലെ വരുവാണെങ്കിൽ ഇവിടെ കയറി ചായ കുടിക്കാം, ക്ഷീണിച്ചൊക്കെ വരുവാണെങ്കിൽ. സ്പെല്ലിങ്ങും ശരിക്കും പഠിക്കണം, അല്ലെങ്കിൽ ഒത്തിരി ചാനലുണ്ട്, വിദേശ പിന്നെ അല്ല കുറേ വീഡിയോ ഉണ്ട് ഇതിനകത്ത്. പിന്നെ ബലയിൽ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്ന സ്റ്റുഡിയോക്കാരനവിടെ പിന്നീട് ഇങ്ങാചേട്ടാ നീ വന്നേ ചേട്ടാ, നീ വാ പറയാം. ഒരു യൂട്യൂബിന്റെ ചാനലാണ് ഹാർമോണിയക്കാരുണ്ട് ഇവിടെ. നമ്മുടെ മോട്ടോർ സൈക്കിളിൽ നേരം വെള്ളം നിങ്ങൾ ആരെ വിളിച്ചാലും മതി. വേറെ ഇങ്ങനെ യാത്ര ചെയ്തു വന്നപ്പം നമ്മൾ പെരിഞ്ചാങ്കുട്ടി പാലത്തിലൂടെ വന്നപ്പോഴേ നമ്മളെ ഒരു ഓട്ടോറിക്ഷ ചേട്ടനെ പരിചയപ്പെട്ടു. ഓട്ടോറിക്ഷയുടെ പേര് മറ്റത്തിൽ നിന്നാണ്. ഈ ചേട്ടൻ ഒരുപാട് വർഷമായിട്ട് ഇവിടെ ഓട്ടോ ഓടിച്ച് ഉപജീവനം നടത്തുന്ന ഒരു ചേട്ടനാണ്. എല്ലാ കാര്യങ്ങളും പഴയ കാര്യങ്ങളും എല്ലാം നന്നായിട്ട് അറിയുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ ചേട്ടനോട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കാം. ചേട്ടൻ എത്ര വർഷമായി ഇവിടെ ഈ ഓട്ടോ ഓടിക്കാൻ? ഞാൻ 2009 മുതൽ ഇവിടെ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അതിന് മുമ്പ് ജീപ്പ് പഠിക്കുന്നത്. പിന്നെ ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇപ്പം കാറിൽ പോകും. പ്രളയത്തിന്റെ കാര്യം ഒന്ന് പറഞ്ഞേരാ. പ്രളയം വളരെ ഭയങ്കര സംഭവമായിരുന്നു. ഭയങ്കര വെള്ളപ്പൊക്കമായിട്ട് ഇവിടെ
ഇവിടെ മുഴുവൻ വഴി മുഴുവൻ നിറഞ്ഞ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ലാതെ വളരെ ബുദ്ധിമുട്ടി. ഞങ്ങൾ അങ്ങോട്ട് വണ്ടി കൊണ്ട് കടന്നു പോയപ്പം നേരെ പുറകിൽ വഴി ഇടിഞ്ഞ് വഴി ബ്ലോക്കായി. മുന്നോട്ട് ചെന്ന് കഴിയുമ്പോൾ മുന്നേ വഴി ബ്ലോക്കായി. നടുക്കായി പോയ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ പാലം നിറഞ്ഞു കവിഞ്ഞ് ഒഴുകിയായിരുന്നോ? ഈ പാലം നിറഞ്ഞു കഴിഞ്ഞ് ഒഴുകത്തില്ല. മേളിലെ ബദലിലെ പള്ളി കുരിശുപള്ളിയുടെ ഇവിടുത്തെ പാലം മുഴുവൻ നിറഞ്ഞു ഒഴുകി. ആ വഴി അതിനിപ്പുറത്തെ പഴയ പാലം, അത് മുഴുവൻ നിറഞ്ഞു ഒഴുകി. പിന്നെ ആ വെള്ളൂക്കുന്നേക്കാരവിടെ മുഴുവൻ വഴി മൂടിക്കിടക്കുമായിരുന്നു. ഒരരയപ്പം വെള്ളം ഉണ്ടായിരുന്നു. വണ്ടി കിടക്കത്തില്ലാഞ്ഞു. എവിടെയെങ്കിലും വണ്ടി കിടക്കത്തില്ലാഞ്ഞിട്ട് ഞങ്ങൾ വളരെ ബുദ്ധിമുട്ടി. ഇപ്പം എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ പൈസ ഉണ്ടെന്ന് പോലും നോക്കാതെ മനുഷ്യർക്ക് എല്ലാവിധ ഓട്ടം ഓടാനും ഒക്കെ ഉള്ള ഒരു നല്ല മനസ്സ് എന്ന് വെച്ചാൽ അത്രയും മറ്റുള്ളവരെ സഹായിക്കാനുള്ളൊരു നല്ല മനസ്സാണ് ഈ ചേട്ടനുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവരെല്ലാം വന്നപ്പോൾ പറയുകയാണ് ഈ ചേട്ടന് ഭയങ്കര ഒരു നല്ല മനസ്സുള്ള ഉടമയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ വീഡിയോ ഒന്ന് എടുത്തേക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ആ ചേട്ടനെ ഒന്ന് പരിചയപ്പെടാനും ഒക്കെ. ഈ ചേച്ചിയാണ് നമ്മളിവിടെ കണ്ട ആ ചെറിയ കടയിലെ ഉടമസ്ഥയാണ്. പ്രളയത്തിന്റെ സമയത്ത് ചേച്ചി ഇവിടെ ഉണ്ടോ? കട ഏതാ? മുകളിലത്തെയാ? നമ്മുടെ വീട് കിണറൊക്കെ മൂടിയായിരുന്നു. വെള്ളത്തെ പറ്റി പറഞ്ഞ ചേച്ചി പറയാനൊന്നുമില്ല. ചേച്ചി എന്നാലും ചേച്ചിയുടെ കിണറൊക്കെ ഒരുപാട് മൂടി പോയി, ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ? അതെ അതെ, ഒത്തിരി പേരെ നിർത്തിയാണ് ആ കിണറ് ശരിയാക്കി എടുത്തത്. ഒത്തിരി വെള്ളം കയറി, ചെളി കയറി, മണ്ണ് കയറി അടിഞ്ഞു പോയായിരുന്നു. അതിനെ ശരിയാക്കിയത് കുറെ പേരുടെ പ്രയത്നം കൊണ്ടാണ് ശരിയാക്കിയത്. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് പുഷ്പ. പിള്ളേരൊക്കെ എന്നെ എടുക്കുന്നു? പിള്ളേരൊക്കെ ചെറിയ ചെറിയ ജോലികളൊക്കെ ഉണ്ട് എല്ലാവർക്കും. അങ്ങനെ ഈ കടയൊക്കെ ആയിട്ടാണ് കഴിഞ്ഞു പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും. ആളുകളൊക്കെ വന്ന് ഇവിടെ ഒരുപാട് കച്ചവടം ഒരുവിധം ഉണ്ട്. ഞങ്ങൾ 1.5 മാസമായിട്ട് തുടങ്ങിയിട്ട്. നാളെ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ചേട്ടന് ഇവിടെ ഞങ്ങൾക്ക് ചായക്ക് എടുത്ത് വന്നായിരുന്നു. എന്നാ അത് കുറച്ച് നാളായിരുന്നു. ഞങ്ങളിപ്പോ 1.5 മാസമായിരുന്നു. അത് വേറെ ആരെങ്കിലും ചേട്ടനുണ്ടായിരുന്നു. ആ ചേട്ടൻ പോയപ്പോ ഞങ്ങൾ അത് വാടകയ്ക്കാണോ? ഇതോ അല്ലല്ല, ഇത് സ്വന്തമാ. ഈ ചേച്ചിയുടെ ചേട്ടൻ ആദ്യകാലത്ത് പരിചരിക്കത്തോടക്കാരനാക്കട്ടെ. ചേച്ചിയുടെ ഹസ്ബൻഡാണ് ഈ ആദ്യകാലത്ത് ഇവിടുത്തെ പലചരക്ക് കച്ചവടം നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഉണ്ടോ ചേച്ചി? അത് പുള്ളിക്ക് അസുഖമെല്ലാം വന്ന് കണ്ണിന് കാഴ്ചക്കുറവ് വന്നു. രോഗത്തിലായി കഴിഞ്ഞപ്പോൾ കട നിന്ന് പോയി. ഒന്നുമില്ലാതെ ഞങ്ങൾ വീട്ടിൽ ഇരിക്കുവായിരുന്നു രണ്ടുപേരും കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ ചെറിയൊരു സംരംഭം തുടങ്ങി. വീണ്ടും കാണാം. ചേട്ടന്റെ പേരെന്താണ്? എന്റെ പേര് ബെന്നിച്ചൻ മറ്റത്തിൽ. ഓക്കെ ഓക്കെ, ആയിക്കോട്ടെ, സന്തോഷം. കട്ടപ്പന ചെറുതോണി, മുരിക്കാശ്ശേരി ചെറുതോണി പോകുന്ന ബസ്സാണ്. ഇതാണ് ഗെയ്സ് പഴയ പെരിഞ്ചാങ്കുട്ടി പാലം. ആ പെരിഞ്ചാങ്കുട്ടി പാലത്തിൻ്റെ അടുത്തുള്ള കുരിശും തൊട്ടിയാണ്. കഴിഞ്ഞ മഴയത്ത് ഈ പാലം ഒലിച്ചു പോയായിരുന്നു. നമുക്കൊന്ന് വിശദമായിട്ടൊന്ന് കാണാം. ഈ പാലം പുതുക്കി പണിതാണെന്നാണ് അവർ പറഞ്ഞത്. ഈ പാലം പണ്ട് ഒരു മരപ്പാലമായിരുന്നു. വർഷങ്ങൾ പഴക്കമുള്ള പാലമാണ്. ഇപ്പം ഇത് കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്ന് കാണാം. ഇരട്ടയാർ ഡാമിൽ നിന്നും കല്ലാർ ഡാമിൽ നിന്നും വെള്ളം വരുമ്പം ഇതിൻ്റെ അകത്ത് ഭയങ്കര ശക്തിയിലാണ് പുഴ ഒഴുകുന്നത്. അങ്ങനെ കഴിഞ്ഞ പ്രളയത്തിലും കഴിഞ്ഞതിന് മുമ്പത്തെ പ്രളയത്തിലും ഈ പാലം തകർന്നു പോയെന്നാണ് പറയുന്നത്.
ഇതിലെയായിരുന്നു പണ്ട് കട്ടപ്പന അടിമാലി റൂട്ട്. ഇതിലെയായിരുന്നു. അന്ന് ടാറിങ് ഒന്നും അല്ലായിരുന്നു. ഇന്നിപ്പോൾ ടാറിങ് ആണ്. എന്നാലും ബസ് റൂട്ട് ഇതിലെയല്ല. ബസ് റൂട്ട് പോകുന്നത് ഇത് നേരെയാണ്. ഒരു കവലയാണ്. ബസ് റൂട്ട് പോകുന്ന നേരെയുള്ള വഴിക്കാണ്. ഇത് പുതിയ പാലത്തിൽ കൂടെയാണ് ഇപ്പം ബസ് പോകുന്നത്. ഉണ്ടോ വണ്ടി വരുന്നത്? ആ റൂട്ടാണ് ബസ് പോകുന്നത്. Here? യൂട്യൂബ് ചാനൽ. Oh, you have YouTube channel. Okay, hello. Hi guys. So, you want me to Country. tell where I'm going? I'm going to Lithuania. So it's in Europe. It's going to be a 1-year journey. And so now I'm doing Kerala, going to Munnar. I'm not going to reach it today, but I'm going to reach it tomorrow. മൂന്നാറൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട്. Yeah, so it's been very nice. I came from Chennai airport. So how many, like 1,200 or something? നമ്മൾ വന്ന വഴിക്ക് കണ്ടതാണ്. നമ്മുടെ മുള്ളരിക്കുടി എന്ന് പറയുന്ന അതല്ലല്ലോ, ബദേൽ സ്ഥലത്ത് വെച്ച് കണ്ടതാണ്. ഒരു ആളെ, ആ ആള് നമ്മുടെ ഈ കേരളത്തിൽ വന്ന സ്ഥലങ്ങൾ കാണാനും വളരെ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ കേരളത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഞങ്ങളുടെ ചാനലിന്റെ പേര് അഗ്രി വണ്ടേഴ്സ്. അഗ്രി വണ്ടേഴ്സ്. Can I maybe find you? Like here? Yeah? Is there cover? There's no coverage here. അതുപോലെ വിനോദസഞ്ചാരികൾ ഒരുപാട് നമ്മുടെ ഇതിലെ വന്ന് മൂന്നാർ കാണാനും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ ഇപ്പം വന്ന് ഞങ്ങൾ നിൽക്കുന്ന ബദേൽ പോലെയുള്ള ഇതുപോലെ സ്ഥലങ്ങൾ ഇങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. പെരിഞ്ചാംകുട്ടി, അതുപോലെ നമ്മൾ കണ്ട മുള്ളരിക്കുടി, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി വിദേശത്തുനിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. എല്ലാവർക്കും ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? Okay. Yeah. So this has been a very beautiful place you live. It's nice mountains, nice roads, good people. Really like it. Okay. Yeah. Perfect. Kiek tu dar turi pertraukos laiko? Ai, tai nuo cigaretės pradedi? ഞങ്ങൾ തിരിച്ചു പോകുന്ന സമയത്ത് സാറിനെ കണ്ടു. സാറ് മൂന്നാർ പോകുന്ന വഴിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ അതിഥി ഞങ്ങളെ ഗേൾഫ്രണ്ടിനെയൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. ബേലിക്കുടി. നമ്പർ എനിക്ക് എഴുതി വെച്ചാൽ വേണമെങ്കിൽ വിളിച്ചോ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. ഇന്നത്തെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോയുമായിട്ട് നാളെ നമുക്ക് ഇതിൻ്റെ ബാക്കി കാണാൻ പറ്റും. എല്ലാവർക്കും നന്ദി.